കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ച തലശ്ശേരി ഫസൽ വധക്കേസിന്റെ വിചാരണയിൽ എറണാകുളം CBI പ്രത്യേക കോടതിയിൽ അതീവ നാടകീയവും വിചിത്രവുമായ വഴിത്തിരിവ്. കേസിലെ പ്രതികൾക്കെതിരെയുള്ള ഏറ്റവും നിർണായക തെളിവായി CBI സമർപ്പിച്ചിരുന്ന കൊല്ലപ്പെട്ട ഫസലിന്റെ രക്തം പുരണ്ട തുവാല കോടതിയിൽ നിന്നും കാണാതായി എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസിന്റെ വിസ്താരത്തിനിടയിലാണ് ഈ അപ്രതീക്ഷിത സംഭവം ഉണ്ടായത്. സംസ്ഥാനത്ത് പുതിയ UDF സർക്കാർ അധികാരമേറ്റ പശ്ചാത്തലത്തിൽ നിയുക്ത MLA-മാരായ കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ കൂടാതെ കൊടിസുനി തുടങ്ങിയ പ്രമുഖർ പ്രതികളായ കേസാണിത്. അതുകൊണ്ട് തന്നെ വിചാരണ കോടതിയിൽ ഉണ്ടായ ഈ സുപ്രധാന തെളിവില്ലായ്മ രാഷ്ട്രീയ നിയമ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കേസിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ അപ്രതീക്ഷിതമായ തിരിച്ചടി. കേസിലെ പ്രധാന തൊണ്ടിമുതലുകൾ ഹാജരാക്കാൻ CBI അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളം CJM കോടതിയിൽ മുൻപ് സൂക്ഷിച്ചിരുന്ന തുവാല CBI പ്രത്യേക കോടതിയിൽ എത്തിച്ചത്. എന്നാൽ കോടതി മുൻപാകെ വെച്ച് സീൽ ചെയ്ത് സൂക്ഷിച്ചിരുന്ന കവർ തുറന്നു നോക്കിയപ്പോഴാണ് അതിനുള്ളിൽ ഉണ്ടായിരിക്കേണ്ട രക്തം പുരണ്ട തുവാല കാണാനില്ലെന്ന കാര്യം ബോധ്യപ്പെട്ടത്. തുവാല നഷ്ടപ്പെട്ടതിനേക്കാൾ വിചിത്രമായിരുന്നു അത് സൂക്ഷിച്ച കവറിന് മുകളിൽ എഴുതി വച്ചിരുന്ന കുറിപ്പ്. തുവാല അടക്കം ചെയ്തിരുന്ന ബ്രൗൺ കടലാസ് കവറിന് മുകളിൽ ടവൽ കാണാനില്ല, എലി കടിച്ചുകൊണ്ടുപോയി എന്ന് പേന കൊണ്ട് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. കോടതിയിലെ പ്രോപ്പർട്ടി ക്ലർക്കിന്റെ ഈ വിചിത്രമായ വിശദീകരണ കുറിപ്പ് കണ്ട് കോടതിയും CBI ഉദ്യോഗസ്ഥരും ഒരുപോലെ അത്ഭുതപ്പെട്ടു. തുവാല ആദ്യം സൂക്ഷിച്ചിരുന്ന ബ്രൗൺ പേപ്പർ കവർ മധ്യത്തിൽ കീറിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് മറ്റൊരു ബ്രൗൺ കവറിനുള്ളിൽ ഈ കീറിയ കവർ നിക്ഷേപിച്ച ശേഷം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത്. ഇതിനു മുകളിലാണ് എലി കരണ്ട് കൊണ്ടുപോയതെന്ന സൂക്ഷിപ്പ് ചുമതലയുള്ള കോർട്ട് ക്ലർക്കിന്റെ വിചിത്രമായ കുറിപ്പുള്ളത്. കൊലപാതകം നടന്ന ധർമ്മടം അണ്ടല്ലൂർ ഭാഗത്തെ റോഡിൽ കിടന്നാണ് 90% രക്തം പുരണ്ട നിലയിൽ ഈ തുവാല മുൻപ് പോലീസിന് കിട്ടിയത്. ഈ പ്രദേശത്തിന് സമീപത്തായി നിരവധി RSS പ്രവർത്തകരുടെ വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം RSS പ്രവർത്തകരിലേക്ക് ചാരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ തുവാല അവിടെ കൊണ്ടിട്ടതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. കൊലപാതകത്തിന് ശേഷം ഫസലിന്റെ ചോരയിൽ മുക്കിയ തുവാല ആസൂത്രിതമായി ഇവിടെ കൊണ്ടുപോയി ഇട്ടതാണെന്നാണ് CBIയുടെ പ്രധാന വാദം. ഫസലിന്റെ യഥാർത്ഥ തുവാല മൃതദേഹത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. തുവാല റോഡരികിൽ കിടക്കുന്നത് ആദ്യം കണ്ടത് CITU ചെത്തുതൊഴിലാളി യൂണിയൻ അംഗമായ ചെമ്പ് സ്വദേശിയാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം വിസ്തരിക്കാനായി കോടതിയിൽ വിളിപ്പിച്ചപ്പോഴാണ് ഈ തെളിവില്ലായ്മ പുറത്തായത്. കോടതിയിൽ വെച്ച കേസിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിട്ടുണ്ട്. തുവാല റോഡരികിൽ കിടക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നും അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലെന്നായിരുന്നു സാക്ഷിയായ CITU പ്രവർത്തകൻ ഇപ്പോൾ കോടതിയിൽ മൊഴി മാറ്റിയിരിക്കുന്നത്. തൊണ്ടി മുതൽ കാണാതായതിനു പുറമെ പ്രധാന സാക്ഷി മൊഴി മാറ്റിയത് CBIക്ക് ഇരട്ട പ്രഹരമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ തുവാല കോടതിയിൽ നിന്നും ആസൂത്രിതമായി ആരോ എടുത്തു മാറ്റിയത് എന്നാണ് CBI ശക്തമായി വാദിക്കുന്നത്. എന്നിരുന്നാലും തുവാലയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഫോറൻസിക് റിപ്പോർട്ട് ഇതിനകം തന്നെ കോടതിയിൽ തെളിവായി സമർപ്പിച്ചിട്ടുള്ളതിനാൽ തുവാല നേരിട്ട് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറ്റകൃത്യം തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് CBI സംഘം ഇപ്പോഴുള്ളത്.